ബാങ്ക് അക്കൗണ്ട്, ആധാർ, പെൻഷൻ, GST എന്നിവയുടെ കാര്യത്തിൽ നവംബർ 1 മുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. ബാങ്ക് ഡെപ്പോസിറ്റിനും ലോക്കറിനും ഇനി 4 വരെ നോമിനിയെ വേണമെങ്കിൽ വയ്ക്കാം. ആധാർ ഓൺലൈനായി പുതുക്കാം. ബയോമെട്രിക് ഡാറ്റ പുതുക്കാൻ സെന്ററിൽ തന്നെ പോകണം. ചാർജ് കൂടി. പെൻഷൻകാർ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ മാസം കൊടുക്കണം. GST രജിസ്ട്രേഷന് നവീകരിച്ച സംവിധാനവും നവംബർ 1 മുതൽ. UPI ഇടപാടുകളുടെ 80% കൈകാര്യം ചെയ്യുന്നത് 2 തേർഡ് പാർട്ടി ആപ്പുകൾ, അതും അമേരിക്കൻ കമ്പനികൾ. ഇത്തരത്തിലുള്ള പണമിടപാടിന്റെ കേന്ദ്രീകരണം തടയാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ ഫിൻടെക് ഫൗണ്ടേഷൻ ധനമന്ത്രാലയത്തിന് മുന്നിൽ. ഇഷ്ടപ്പെട്ട രീതിയായി UPI മാറിയിരിക്കെ ഈ ആഘോഷകാലത്തെ പണമിടപാടാകട്ടെ 18 ലക്ഷം കോടി രൂപ. വിദേശ ഭീമന്മാരുടെ കൈക്കുഞ്ഞായി നാട്ടിലെ പ്രമുഖ ആശുപത്രികൾ മാറുന്നതിനിടയിൽ UK പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പ് ഹോസ്പിറ്റൽസിനെ ഏറ്റെടുത്ത് നാരായണ ഹെൽത്ത്. 2200 കോടി രൂപയുടേതാണ് ഏറ്റെടുക്കൽ. ചൈനയിൽ നിന്ന് റെയർ എർത്ത് ലഭ്യത ട്രംപ് ഉറപ്പുവരുത്തിയതിനൊപ്പം ഇന്ത്യയിലെ 4 കമ്പനികൾക്കും ഇറക്കുമതി ലൈസൻസ്. ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് നെക്സ്റ്റ് ഡിജിറ്റൽ ലിമിറ്റഡ് ഏറ്റെടുത്തത് നികുതി ലാഭിക്കാനെന്ന് GAR എന്ന ജനറൽ ആന്റി അവോയ്ഡൻസ് റൂൾസ് സമിതി. ഹെൽത്ത് കെയർ വിഭാഗം വിറ്റതിൽ കിട്ടിയ 3000-ൽ പരം കോടിയുടെ മൂലധന നേട്ടം നെക്സ്റ്റ് ഡിജിറ്റലിന്റെ 1500 കോടിയുടെ നഷ്ടവുമായി തട്ടിക്കിഴിച്ച് നികുതി ബാധ്യത 281 കോടിയിൽ ഒതുക്കാൻ ശ്രമിച്ചത് തെറ്റ്. ആദായ നികുതി വകുപ്പിന് തുടർ നടപടി സ്വീകരിക്കാം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.